Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good Good morning, morning, ma'am. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Morning, ma'am. Good Morning. morning, ma'am. Okay. നമ്മളെടുത്തത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ 3 ടയർ സിസ്റ്റം അല്ല എടുത്തത്. സബ് സെന്റർ പറഞ്ഞു, PHC പറഞ്ഞു, CHC പറഞ്ഞു അല്ലേ? എന്തായിരുന്നു സബ് സെന്റർ? വായിച്ചു നോക്കിയോ? സബ് സെന്റർ എന്തായിരുന്നു? Basic primary care. ബേസിക് പ്രൈമറി കെയർ നൽകുന്നുണ്ട്. പിന്നെ Basic medical services like immunization. ഇമ്മ്യൂണൈസേഷൻ സർവീസ്, മെഡിക്കൽ സർവീസ് കൊടുക്കുന്നുണ്ട്. Temporary structure. ടെമ്പററി സ്ട്രക്ചർ ആണ്. പിന്നെ 1 to 2 care workers. 1 to care workers. 1 to കെയർ വർക്കേഴ്സ് ഉണ്ട്. Serve 5,000 people. 5,000 people. 5,000 പീപ്പിളിനാണ് സേവനം ചെയ്യാൻ പറ്റുന്നത് അല്ലെ? ഓക്കെ. CHC എന്തായിരുന്നു? CHC Community health care centers. സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. ഇനി It's for PHC. എത്ര PHCനെയാണ് സെർവ് ചെയ്യുന്നത്? 4 PHC. 4. 4 PHCനെയാണ് ഇൻചാർജ് വഹിക്കുന്നത്. പിന്നെ 1,20,000 people. 1,20,000 പീപ്പിളിന് സേവനം ചെയ്യുന്നത്. പിന്നെ It is supported to have at least 30 beds. 30 beds, operation theatres, laboratory, ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, പിന്നെ home medical specialists and For medical സാമ്പിൾ 3,000 people. Taluk government For hospital. medical specialists. Taluk government hospital. ഹോസ്പിറ്റൽ. ഇത്ര വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? Okay, ma'am. Yes, ma'am. Yes, ma'am. Okay. നെക്സ്റ്റ് ആണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന. ഒരു ചാർട്ട് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീൻ ക്ലിയർ ആണോ? ഇനി വലുതാക്കണോ മിസ്? ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോ ഫസ്റ്റ് പൊസിഷനില് ഫസ്റ്റ് ലെവലിലുള്ളത് ആരാണ്? നാഷണൽ ലെവലാണ് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ.
അപ്പോ നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ആ നാഷണൽ ലെവലില് ഹെൽത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഹെൽത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഇവിടെ നാഷണൽ ലെവലില്. അതുപോലെ തന്നെ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആരോഗ്യ വിഭാഗമാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗമാണ് ഇത് ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് നാഷണൽ ലെവലില് ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ എന്താണെന്ന്? നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെക്കണം കേട്ടോ. ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ആരോഗ്യ വിഭാഗമുണ്ട്. അതിനെയാണ് നമ്മള് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ലെവലില് ആരോഗ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പൊസിഷനില് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയില് ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടനയാണ്. അതിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നാഷണൽ ലെവല്. ഇനി നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ് എന്ത്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. നാഷണൽ ലെവലിൽ എല്ലാവരും എഴുതിയോ? ഓക്കെ ആണോ? ഒന്നുകൂടി പറയണം മിസ്, നാഷണൽ ലെവൽ എന്താണെന്ന്. ഓക്കെ, നാഷണൽ ലെവൽ എന്ന് പറഞ്ഞാല് എന്താണ്? മിനിസ്ട്രി. നാഷണൽ ലെവലില് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ആരോഗ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് നാഷണൽ ലെവലില്. അതുപോലെ തന്നെ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒന്നാണ്. സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗമാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് നാഷണൽ ലെവലില് ആരോഗ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. എഴുതിക്കഴിഞ്ഞെങ്കിൽ കമന്റ് ഇട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ലെവൽ പറയാം. കഴിഞ്ഞില്ലേ? ഓക്കെ, ഈ നെക്സ്റ്റ് ലെവൽ എന്താണ്? അപ്പൊ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷൻ ചോദിക്കാം, തേർഡ് പൊസിഷൻ ചോദിക്കാം കേട്ടോ. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരുന്നത് ഏതാണ്? നാഷണൽ ലെവലാണ്. ഇനി നാഷണൽ ലെവലിന് കീഴിൽ വരുന്നതാണ് എന്ത്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. എന്താണ് UTS? UTS എന്താ? യൂണിയൻ ടെറിട്ടറി. UTS എന്ന് പറഞ്ഞാല് യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. നാഷണൽ ലെവലിന് ശേഷം ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നാഷണൽ ലെവലാണ്. നാഷണൽ ലെവലിന് കീഴിൽ വരുന്നത് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആണ്. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ എന്താണ്, എത്ര സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത്? എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28
28 അല്ലേ? ഓക്കെ, 28 ആണ്. അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങള് എത്ര എണ്ണമാണുള്ളത് നമുക്ക്? യൂണിയൻ ടെറിട്ടറീസ് 8ആണോ? 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് കേട്ടോ. 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അപ്പോ 28 സംസ്ഥാനങ്ങളുണ്ട്. അതുപോലെ തന്നെ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് അല്ലെ. അവിടെയൊക്കെ എന്താണ്, ചെറിയ ചെറിയ ആരോഗ്യ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? ഓരോ സ്റ്റേറ്റിലും എന്താണ്, എല്ലായിടത്തും ചെറിയ ചെറിയ ആരോഗ്യ വിഭാഗങ്ങള്, ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കേരളത്തില് നമ്മുടെ സെക്രട്ടേറിയറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, കുറെ മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ. അതിൽ ഒരെണ്ണമാണ് എന്ത്, ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആരോഗ്യ വിഭാഗത്തിന്റെ മന്ത്രി ആരാണ്? വീണ ജോർജ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പൊ സ്റ്റേറ്റ് ലെവലില് നമ്മുടെ സെക്രട്ടേറിയറ്റില് പല മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ഇത് ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. ഈ ആരോഗ്യ വിഭാഗത്തിന്റെ മന്ത്രി എന്ന് പറയുന്നത് വീണ ജോർജ് ആണ് അല്ലെ. ഈ വീണ ജോർജിന് കീഴില് കുറെ ഉദ്യോഗസ്ഥരുണ്ടാവുമല്ലോ. അപ്പൊ വീണ ജോർജ് പറയുന്ന ആരോഗ്യ വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥര് അവരെന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ നിർദ്ദേശങ്ങളും വീണ ജോർജിൽ നിന്നും അല്ലെ, ആ മന്ത്രിയിൽ നിന്ന് സ്വീകരിക്കുന്നു. ആ ഉദ്യോഗസ്ഥര് സ്വീകരിച്ച് പല പല ആരോഗ്യ വിഭാഗ കേന്ദ്രങ്ങളിലേക്കും അവര് നിർദ്ദേശങ്ങൾ കൈമാറുന്നു. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും, ഓരോ ഡിപ്പാർട്ട്മെന്റുകളും, ആരോഗ്യ തലത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരോഗ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇതാണ് സ്റ്റേറ്റ് ലെവല്. മനസ്സിലായോ? സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞത് കേരളത്തിലാണെങ്കിൽ എന്തുണ്ട്, മന്ത്രിയുണ്ട്. മന്ത്രിയിൽ നിന്ന് ഉദ്യോഗസ്ഥര് എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങള് സ്വീകരിക്കുന്നു. ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷം പല ഡിപ്പാർട്ട്മെന്റിലേക്കും, ആരോഗ്യ വിഭാഗത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഇവര് നിർദ്ദേശങ്ങൾ കൈമാറി ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് ആ ഡിപ്പാർട്ട്മെന്റുകള്, ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകള് പ്രവർത്തിക്കുന്നത്. അതാണ് സ്റ്റേറ്റ് ലെവലിൽ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി മിസ് തന്നതാണ് കേട്ടോ. എക്സാമ്പിള് ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നാഷണൽ ലെവലാണ്. അതിനുശേഷം വരുന്നത് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇനി സ്റ്റേറ്റ് ലെവലിന് കീഴിൽ വരുന്നത് ഏതാണ്, ഡിസ്ട്രിക്ട് ലെവൽ അല്ലേ. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, റൂറൽ ഏരിയ, അർബൻ ഏരിയ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. റൂറൽ ഏരിയയിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, CHC, PHC, സബ് സെന്റേഴ്സ്. ഓക്കെ, റൂറൽ ഏരിയാസില് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, സബ് സെന്റേഴ്സ്. അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പെൻസറീസ് എന്താ, ഔഷധശാലകൾ കേട്ടോ, ഔഷധശാലകൾ. ഓക്കെ, അപ്പോ ഡിസ്ട്രിക്ട് ലെവലിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്, റൂറൽ ഏരിയ അതുപോലെ തന്നെ അർബൻ ഏരിയ. റൂറൽ ഏരിയാസിൽ വരുന്നത് ഏതൊക്കെയാണ്, CHC, PHC, സബ് സെന്റർ. അതുപോലെ അർബൻ ഏരിയാസിൽ വരുന്നത് ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഇനി ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളാണുള്ളത്, എത്ര ജില്ലകളുണ്ട്, 14 ജില്ലകൾ അല്ലെ. ഈ 14 ജില്ലകളിലും ആരോഗ്യ വിഭാഗങ്ങളുണ്ടല്ലേ. അപ്പോ ഡിസ്ട്രിക്ട് ലെവലിലെ ഏറ്റവും എന്താണ്, അവിടെയുള്ള ഡിസ്ട്രിക്ട് ലെവലിൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന്, ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ കൈമാറിയിട്ടാണ് ഈ നമ്മുടെ റൂറൽ ഏരിയാസിലെ CHC, PHC, സബ് സെന്റേഴ്സ്, പല താലൂക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റല്,
അവർക്കൊക്കെ എന്ത് കൈമാറുന്നുണ്ട്? ഈ ഉദ്യോഗസ്ഥര് നിർദ്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ആരോഗ്യ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പല നിർദ്ദേശങ്ങളും കൈമാറി അങ്ങനെയാണ് ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ് CHC സബ് സെന്റർ, അതുപോലെ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെ, CHC ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഇവരിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടാണ്. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് അതിന്റെ രൂപരേഖ മാത്രം ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സബ് സെന്ററിലെ ഡിസ്പെൻസറി എന്ന് വെച്ചാൽ എന്താണ്? അർബൻ ഏരിയ എന്നുണ്ട്, റൂറൽ ഏരിയ എന്നുണ്ട്. റൂറൽ ഏരിയാസിൽ ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് CHC. സബ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് സെന്റേഴ്സ്, അതുപോലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ, ഇതൊക്കെയാണ് റൂറൽ ഏരിയാസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അർബൻ ഏരിയാസിൽ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലും ഉണ്ട്, ഡിസ്പെൻസറീസും ഉണ്ട്. ഓക്കെ, ഇതൊന്ന് നോട്ടിൽ വരച്ച് വെക്കാട്ടോ. ടെക്സ്റ്റ് കിട്ടാത്തവര് ഇത് നോട്ടിലൊന്ന് വരച്ച് വെച്ചിട്ട് പഠിക്കാം. ഫസ്റ്റ് പൊസിഷനിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് നാഷണൽ ലെവലാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നാഷണൽ ലെവലാണ് ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡ് ലെവല് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. തേർഡ് ലെവൽ എന്താണ്? ഡിസ്ട്രിക്ട് ലെവല്. 3 ലെവൽസുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വരുന്നിരിക്കുന്നത് നാഷണൽ ലെവലാണ്. അതുപോലെ തന്നെ റൂറൽ ഏരിയാസിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? CHC ഉണ്ട്, PHC ഉണ്ട്, സബ് സെന്റർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വയ്ക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ നിർബന്ധമായിട്ട് നോട്ടില് ഈ ചാർട്ട് വരച്ച് വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. വരച്ചു കഴിഞ്ഞാല് കമന്റ് ഇടണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം നിങ്ങൾ ഓഫീസിൽ വിളിച്ച് ചോദിച്ചായിരുന്നോ എപ്പോ കിട്ടുമെന്ന്? ഈ വീക്കിൽ കിട്ടോ നിങ്ങൾ? കിട്ടിയല്ലേ, ടെക്സ്റ്റ് ബുക്ക് കിട്ടി. എത്ര പേർക്കാണ് പിന്നെ കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടിയോ ടെക്സ്റ്റ്? ഓക്കെ, കുറച്ച് പേർക്ക് കിട്ടാത്തതുണ്ടല്ലേ. ഓക്കെ ഓക്കെ, ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ, കിട്ടാത്തവര് നോട്ട് ചെയ്ത് ലെക്ചർ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങളൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കിക്കോളൂ കേട്ടോ ഓഫീസിലോട്ട് എന്ത് കിട്ടുന്നുള്ളത് കേട്ടോ. ഈ വീക്കിൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരിക്കുമല്ലോ. നെക്സ്റ്റ് വീക്ക് തുടങ്ങി അങ്ങനെ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുത്താൽ മതി കേട്ടോ. എഴുതിയെടുത്തോ? ചാർട്ട് എഴുതിയെടുത്തോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ. ഫസ്റ്റ് ലെവൽ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് ലെവല് നാഷണൽ ലെവലാണ്. അപ്പോ നാഷണൽ ലെവലില് ആരോഗ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ്. ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഒന്നാണ്. സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതും അതുപോലെ തന്നെ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗവുമാണ് എന്ത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ലെവലിൽ വരുന്നത് ആരാണ്? നാഷണൽ ലെവലിന് കീഴിൽ വരുന്നത് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആണ്. മിസ് പറഞ്ഞില്ലേ എന്താണ്?
ഓരോ സ്റ്റേറ്റിലും എന്തുണ്ടാവും? മന്ത്രിമാരുണ്ടാവും അല്ലെ? ആരോഗ്യ വിഭാഗത്തിന്റെ മന്ത്രിമാരുണ്ടാവും. ആ മന്ത്രിമാര് പറയുന്നത് നിർദ്ദേശങ്ങള് ഉദ്യോഗസ്ഥര് സ്വീകരിച്ച് ഉദ്യോഗസ്ഥര് വഴിയാണ് സ്റ്റേറ്റ് ലെവലിലെ ഓരോ വിഭാഗങ്ങളും ഇത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. ഈ ചാർട്ട് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് സ്റ്റേറ്റ് ലെവലിന് കീഴിൽ വരുന്നത്? ഡിസ്ട്രിക്ട് ലെവലാണ്. എന്താണ് ഡിസ്ട്രിക്ട് ലെവലില് 14 ജില്ലകളുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാണ് പെട്ടെന്ന് ക്യാച്ച് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ എന്താണ്? കേരളത്തില് 14 ജില്ലകളുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥര് പറയുന്ന എല്ലാ കാര്യങ്ങളും മന്ത്രിയിൽ നിന്ന് സ്വീകരിച്ച് ഉദ്യോഗസ്ഥര് വഴി ഈ ഓരോ ജില്ലകളിലേക്കും അവർ നിർദ്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടാണ് അവിടെയുള്ള ആരോഗ്യ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. അത്ര മാത്രം മനസ്സിലാക്കാം. ഇനി ഡിസ്ട്രിക്ട് ലെവലില് 2 തരത്തിൽ തിരിച്ചിട്ടുണ്ട് അല്ലെ? തരം തിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് റൂറൽ ഏരിയാസും ഉണ്ട്, അർബൺ ഏരിയാസും ഉണ്ട്. ഇനി റൂറൽ ഏരിയാസിൽ വരുന്നത് ഏതൊക്കെയാണ്? CHC, PHC, സബ് സെന്റേഴ്സ്. ഇനി അർബൺ ഏരിയാസിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. ഓക്കെ ആയോ? ഇനി ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഫംഗ്ഷൻ. 2 ഫംഗ്ഷനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആൻഡ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയേ. സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സർവീസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ. എങ്ങനെയായിരിക്കും? ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണോ പുറത്താണോ സർവീസ് കൊടുക്കുന്നത്? ഹോസ്പിറ്റൽ within the wall of hospital. Sorry, service within the wall of hospital. ഉള്ളിലല്ലേ? ഹോസ്പിറ്റലിന് ഉള്ളിലാണ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെയാണ് ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എക്സ്ട്രാമ്യൂറൽ എന്തായിരിക്കും? ഇൻട്രാമ്യൂറലിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? സർവീസ് എങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? പുറത്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ ഇൻട്രാമ്യൂറൽ എന്താണെന്ന് പഠിച്ചു, എക്സ്ട്രാമ്യൂറൽ എന്താണെന്ന് പഠിച്ചു അല്ലെ? ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാല് സർവീസ് കൊടുക്കുന്നത് ഹോസ്പിറ്റലിന് ഉള്ളിലാണ്. എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുന്നത് സർവീസ് ഔട്ട്സൈഡ് ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്ന സർവീസുകളെയാണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി ഓരോന്നും പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് വണ്ണാണ് റെസ്ട്രേറ്റീവ്. അതിൽ വരുന്നത് നോക്കിയേ, ഡയഗ്നോസ്റ്റിക്സ് അല്ലെ? എന്താണ്? രോഗനിർണയം നടത്തുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ കൊടുക്കുന്നത് അല്ലെ? നോക്കിയേ, ദിസ് കൺസിസ്റ്റ് ഓഫ് ദ ഇൻപേഷ്യന്റ് സർവീസ് ഇൻവോൾവിംഗ് medical, surgical and other specialties and special diagnostic. എന്താ പറയുന്നത്? ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗനിർണയം. റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാല് ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന, അതാണ് അതിന് അർത്ഥം വരുന്നത് കേട്ടോ. ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്? ഡയഗ്നോസ്റ്റിക് അല്ലെ? രോഗനിർണയം. രോഗനിർണയത്തിൽ എന്തൊക്കെയാണ്? ഇൻപേഷ്യന്റ് സർവീസ് അല്ലെ? അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനെയാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അവിടെ അവർക്ക് കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാണ്? മെഡിക്കല്, അതുപോലെ തന്നെ സർജറി പരമായിട്ടുള്ള കാര്യങ്ങള്, അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോ എന്തെങ്കിലും റെയർ ആയിട്ടുള്ള രോഗങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അപൂർവ രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള റെയർ കേസുള്ള രോഗങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിനുള്ളിലാണല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാണ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള രോഗനിർണയങ്ങളും ഹോസ്പിറ്റലിന് ഉള്ളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കിട്ടിയോ? ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് രോഗനിർണയം, മെഡിക്കൽ, സർജിക്കൽ, അതർ സ്പെഷ്യാലിറ്റീസ്, റെയർ കേസുള്ള രോഗങ്ങള് നിർണയിച്ച് അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്സ്, സ്പെഷ്യൽ ആയിട്ടുള്ള രോഗനിർണയങ്ങളും
നടത്തുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ക്യൂറേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സ നൽകുന്നുണ്ട്. ഇല്ലേ? ഹോസ്പിറ്റലിനുള്ളിൽ ചെയ്യുന്ന ഫംഗ്ഷൻ ആണല്ലേ അത്. അതുകൊണ്ടാണ് എന്ത് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കൊടുക്കുന്നു. ഇനി റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് ആയിരിക്കും. ഇൻട്രൊഡക്ഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ റീഹാബിലിറ്റേഷൻ. പുനരധിവാസ സർവീസുകൾ അല്ലെങ്കിൽ സേവനങ്ങള് അല്ലെ? പുനരധിവാസ സേവനങ്ങൾ പഠിച്ചിട്ടില്ലേ? ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ഫിസിക്കലായിട്ടും മെന്റൽ ആയിട്ടും സോഷ്യൽ ആയിട്ടും ഒരാളെ എന്ത് ചെയ്യിക്കണം? ജീവിതത്തിലേക്ക് അല്ലെ? അയാളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രോക്ക് വന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തെറാപ്പികൾ ചെയ്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്ത് അയാളെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കൊറോണ വന്ന പേഷ്യൻസിനെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ കൊറോണ ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു അല്ലെ? അയാളോട് സംസാരിക്കാനായിട്ട്, അയാളുടെ അടുത്ത് പോകാനായിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മുറിയിൽ അടച്ചിട്ടാണ് അയാൾ ഇരിക്കുന്നത് അല്ലെ? ഇനി അഥവാ കൊറോണ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹത്തിന് പേഷ്യന്റിന് പുറത്തിറങ്ങി നടക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ്? എപ്പോഴും മുറിയിൽ അടച്ചു കൂട്ടിയിരിക്കുമ്പോ അയാൾക്ക് ഭയങ്കര ഡിപ്രഷൻ വരാം അല്ലെ? അല്ലെങ്കിൽ സ്ട്രെയിൻ വരാം, പേടി കൂടാം, ചിലപ്പോൾ മരണം അടഞ്ഞേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിലൂടെ ഇപ്പോ കൊറോണ വന്ന ഒരാളെ അപ്പോൾ ഡോക്ടേഴ്സ് വന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നഴ്സുമാര് വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാം, അതുപോലെ തന്നെ മാറും, കുഴപ്പമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് എന്താണ്? മെന്റൽ അല്ലെ? ഡിപ്രഷനൊക്കെ കുറഞ്ഞ് അല്ലെങ്കിൽ സ്ട്രെസ് ഒക്കെ കുറഞ്ഞ് സമാധാനം കിട്ടുന്ന അല്ലെ? അപ്പൊ അയാൾ എന്താണ്? ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ് അല്ലെ? പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്താണ് ഈ റീഹാബിലിറ്റേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? സ്ട്രോക്ക് വന്ന ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ മിസ്? ഒരു വശം തളർന്നു പോകുമ്പോ എന്താണ്? അയാളെ എക്സസൈസ് ഒക്കെ ചെയ്ത് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരിക. അതാണ് റീഹാബിലിറ്റേറ്റീവ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. പുനരധിവാസ സേവനങ്ങള്. മനസ്സിലായോ? ഫിസിക്കലായിട്ടും മെന്റലായിട്ടും സോഷ്യലായിട്ടും പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ ഒക്കെ ഒന്ന് അവിടെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ക്ലിയർ ആവും. ഇനി എന്താണ്? കെയർ ഓഫ് എമർജൻസീസ്. എന്താണ്? ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. അപ്പൊ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ, നിങ്ങളൊരു ഡോക്ടർ എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളെ കാണാനായിട്ട് രോഗികൾ ക്യൂ നിൽക്കുന്നുണ്ട്, OP-യിൽ ക്യൂ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ ആർക്കായിരിക്കും പ്രാധാന്യം? കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ആർക്കായിരിക്കും? ആക്സിഡന്റ് ആയിട്ടുള്ള വ്യക്തിക്കാണോ? ആക്സിഡന്റ് ആയിട്ടുള്ള പേഷ്യന്റിനാണല്ലേ അല്ലെ കൂടുതല് അയാളെ കെയർ കൊടുക്കേണ്ടത്. ഡിസീസസ് എന്നിരുന്നാൽ കൂടിയും എന്താണ്? നമുക്ക് മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റും. പക്ഷെ എന്താണ്? ആക്സിഡന്റ് കേസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? സീരിയസ് കേസ് ഒക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സർവീസുകളും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? ഹോസ്പിറ്റലിന്റെ ഉള്ളില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് റെസ്റ്റോറേറ്റീവ് ഫങ്ഷൻസിൽ വരുന്നത്. ഡയഗ്നോസ്റ്റിക് ഉണ്ട്, ക്യൂറേറ്റീവ് ഉണ്ട്, റീഹാബിലിറ്റേറ്റീവ് ഉണ്ട്, കെയർ ഓഫ് എമർജൻസീസ്. ആക്സിഡന്റ് കേസ് ആയാലും അതുപോലെ ഡിസീസസിനെ ആയാലും നമ്മൾ അവിടെ ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള കെയർ അവർക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? റെസ്റ്റോറേറ്റീവില് 4 കാര്യങ്ങളും. ഓക്കെ,
ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് എന്ത്? ഇൻട്രാമ്യൂറലിൽ തന്നെ നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് പ്രിവെന്റീവ്. നോക്കിക്കോളൂ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? സൂപ്പർവിഷൻ ആൻഡ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എന്താണ് പ്രഗ്നൻസി? മീനിങ് പറയണോ? റെസ്റ്റോറേറ്റീവിന്റെ മീനിങ് ആണോ ചോദിച്ചത്? ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. ഓക്കെ, ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. ഇനി പ്രിവെന്റീവില് ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത് അല്ലെ. പ്രഗ്നൻസി അതുപോലെ തന്നെ എന്താണ്, കുട്ടികൾ ജനിക്കുന്നത് എവിടെയാണ് നടക്കുന്നത്? ഹോസ്പിറ്റലിലാണ് നടക്കുന്നത് കുട്ടികൾ ജനിക്കുന്നത്. ഒക്കെ എന്താണ് പ്രഗ്നൻസിയുടെ കാര്യങ്ങള്, അതുപോലെ തന്നെ കുട്ടികളുടെ ജനനം, ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഹോസ്പിറ്റലിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയുടെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിലും എന്താണ്, മേൽനോട്ടം വഹിക്കുന്നു. ഹോസ്പിറ്റലുകാര് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽനോട്ടം വഹിക്കുക. നോർമൽ ചൈൽഡ് ബർത്തിലും നോർമൽ പ്രഗ്നൻസിയിലും ചൈൽഡ് ബർത്തിലും സൂപ്പർവിഷൻ നൽകുന്നുണ്ട്, മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ചിൽഡ്രൻ എങ്ങനെയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്? എങ്ങനെയായിരിക്കാം? എന്താണ് സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കാം? കുട്ടികൾക്കൊക്കെ അവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഓക്കെ, വെരി ഗുഡ്. വാക്സിനേഷൻ അല്ലെ, ഇമ്മ്യൂണൈസേഷൻ, കുത്തിവെപ്പുകൾ കൊടുക്കുന്നില്ലേ അവരുടെ ഓരോ വളർച്ചയിലും അല്ലെ? 3.5 മാസം, 1.5 മാസം, 9 മാസം അല്ലെ. അതുപോലെ തന്നെ എന്താണ് 5 വയസ്സില്, 10 വയസ്സില്, 15 വയസ്സിലൊക്കെ അവരുടെ ഓരോ ഡെവലപ്മെന്റിലും ഇമ്മ്യൂണൈസേഷൻ നൽകുന്നുണ്ട് അല്ലെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഇനി നോക്കിയേ, കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പ്രിവെൻഷൻ ഓഫ് പ്രോലോങ്ഡ് ഇൽനെസ്. ഇനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാല് സാംക്രമിക രോഗങ്ങള്, പടർന്നു പിടിക്കുന്ന രോഗങ്ങള്. എന്തൊക്കെയാവാം പടർന്നു പിടിക്കുന്ന രോഗങ്ങള്? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? പടർന്നു പിടിക്കുന്ന രോഗങ്ങള് അറിയാൻ പറ്റുമല്ലോ നമുക്ക് കുട്ടികളുള്ളത് കൊണ്ട്. ചിക്കൻ ബോക്സ്, പിന്നെ ഫീവർ, പിന്നെന്താ മഞ്ഞപ്പിത്തം, ഓക്കെ, TB. ഇപ്പൊ റീസെന്റ് ആയിട്ട് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ നാട്ടിൽ വന്നത്? എല്ലാവരും പേടിക്കുന്ന അസുഖങ്ങളൊക്കെ ആയിരുന്നു അല്ലെ. കൊറോണ, നിപ്പ, ഇതൊക്കെ എന്താണ്? അമുണ്ടിനിയ, ഇതൊക്കെ എന്താണ്? സാംക്രമിക അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. പറയാത്തവരുടെ എഴുതി വെക്കാട്ടോ, വൈറൽ ഫീവർ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ്? പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങള് സ്വീകരിക്കുന്നു. ഓക്കെ, അവരുടെ പ്രിവെന്റീവില് 3rd പോയിന്റ് ആണ് പറയുന്നത് അല്ലെ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കുറെ നാളുകൾ, പ്രോലോങ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘനാളത്തേക്ക് പടർന്നു പിടിക്കുന്ന അസുഖങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കൊറോണ, നിപ്പ, വൈറൽ ഫീവർ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങള് കൊണ്ടുവരുന്നു. ഇനി എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോ എന്താണ്? ഓരോ ഹോസ്പിറ്റലുകാരും എന്താണ് അവയർനെസ് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നത്, മെഡിക്കൽ ക്യാമ്പുകൾ അല്ലെ, അങ്ങനെ അവയർനെസ് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് അവരുടെ ചുമരിലൊക്കെ ഇങ്ങനെ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ചു വെക്കാറിയേ.
ഡിസ്റ്റൻസ് പാലിക്കാം, മാസ്ക് ധരിക്കാം, ഹാൻഡ് വാഷ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പോസ്റ്ററുകൾ ഒട്ടിക്കാറുണ്ട് അല്ലെ. അതൊക്കെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന് ഉദാഹരണങ്ങളാണ്, എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു എന്തെങ്കിലും രോഗമുണ്ടായിട്ട് ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ഡോക്ടർ അവരെ ഉപദേശിക്കാറില്ലേ, നിങ്ങൾ ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കണം, ഇങ്ങനെയുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, നേരത്തിന് മരുന്ന് കഴിക്കാം, അതുപോലെ തന്നെ എന്താണ് വൈദ്യം വാട്ടർ കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രോഗികൾക്കും ഡോക്ടേഴ്സിന്റെ അടുത്ത് വരുമ്പോൾ ഡോക്ടർമാരും അവയർനെസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഒക്യുപ്പേഷൻ? ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റൽസിലും, അവർക്കും രോഗങ്ങൾ വരാം അല്ലെ. അപ്പൊ അവർക്കും എന്താണ് അവയർനെസ്സുകൾ, പലതരത്തിലുള്ള അവയർനെസ്സുകളും ഹോസ്പിറ്റൽസിൽ നിന്ന് കൊടുക്കാറുണ്ട്. ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട പല അവയർനെസ്സുകളും, അവർക്കും രോഗങ്ങൾ പടർന്നു പിടിക്കാൻ അല്ലെ, അല്ലെങ്കിൽ എന്താണ് പല അസുഖങ്ങളും അവിടെ വർക്ക് ചെയ്യുമ്പോഴും എന്താണ് ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അവർക്കും ഹോസ്പിറ്റലിൽ നിന്ന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് പ്രിവെന്റീവില് വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് സൂപ്പർവൈസിംഗ് ഓഫ് നോർമൽ pregnancies and childbirth, supervision of normal growth and development of children, immunization കൊടുക്കുന്നത്. പിന്നെ എന്താണ് control of communicable diseases, prevention of prolonged illness, രോഗങ്ങള് പടർന്നു പിടിക്കുന്നത്, ഫീവർ, TB, കൊറോണ, നിപ്പ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട് വരുന്നത്. സാംക്രമിക രോഗങ്ങൾ, പടർന്നു പിടിക്കുന്ന രോഗങ്ങള്. ഇപ്പൊ പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സുകള് എടുക്കുന്നു. പിന്നെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് പല ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ രോഗികൾ ഡോക്ടറെ അടുത്ത് വരുമ്പോ അവർക്ക് അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഒക്യുപ്പേഷൻ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് പല ഇൻഫെക്ഷൻസ്, പല അസുഖങ്ങളും അവിടെ വർക്ക് ചെയ്യുമ്പോൾ വരാറുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ വരുന്ന രോഗങ്ങളെ കുറിച്ചിട്ട് അവയർനെസ് ക്ലാസ്, ഇത് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, ഇതൊക്കെ അവർക്ക് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നും കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒക്യുപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ ആണോ? പ്രിവെന്റീവ് 5 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം ഏതൊക്കെയാണ് വരുന്നത്. സൂപ്പർവിഷൻ ഓഫ് നോർമൽ പ്രഗ്നൻസീസ്, ഓരോരോ കാര്യങ്ങളും ഏതൊക്കെയാണ് പ്രിവെന്റീവില് വരുന്നതെന്ന് ഓർത്ത് വെക്കാം, ഏതൊക്കെയാണ് റെസ്ട്രിക്റ്റീവില് വരുന്നത്. അതുപോലെ തന്നെ ക്യൂറേറ്റീവ് എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ക്യൂറേറ്റീവ് എന്നാല് എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്, ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. സ്ക്രീനിന് വലുതാക്കണോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ, പ്രിവെന്റീവില് എഴുതി വെച്ചോ? എല്ലാം മനസ്സിലായോ? എല്ലാ പോയിന്റ്സും? നെക്സ്റ്റ് പറയട്ടെ മിസ്, എഡ്യൂക്കേഷൻ. ഇനി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിൽ നമ്മൾ എഡ്യൂക്കേഷൻ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് നോക്കിയേ? ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. മെഡിക്കൽ കോളേജില് നമ്മളെ മെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ അല്ലെ. ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കാണാൻ പറ്റും, അവിടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടില്ലാലും അല്ലെ, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിൽ വരുന്നത്. മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതുപോലെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിന്, അവിടെ വർക്ക് ചെയ്യുന്ന ഹെൽത്ത് വർക്കേഴ്സിന്
എന്ത് കൊടുക്കുന്നത്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊക്കെയാണ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സിൽ വരുന്നത്. പിന്നെന്താണ്? സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. സ്പെഷ്യലിസ്റ്റ് അറിയാലോ, ഇപ്പൊ ഓർത്തോയില് സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ന്യൂറോ, അതുപോലെ തന്നെ പീഡിയാട്രിഷ്യൻ അല്ലെ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഓരോ വിഭാഗത്തിലും സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് അല്ലെ, MBBS ഒക്കെ കഴിഞ്ഞ് PG എടുക്കുന്ന അവരുണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? നേഴ്സ് ആൻഡ് മിഡ് വൈഫ്സ്. നേഴ്സ് നമുക്കറിയാം. അതുപോലെ മിഡ് വൈഫ്സ് ആരായിരിക്കും? ഈ ഡെലിവറി ടൈമിലൊക്കെ നേഴ്സുമാരൊക്കെ സഹായിക്കാനായിട്ട് അറ്റൻഡേഴ്സ് നിൽക്കില്ലേ, അവിടെ സഹായിക്കാനായിട്ടുള്ള വർക്കേഴ്സ്, സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അവരെയാണ് നമ്മൾ മിഡ് വൈഫ്സ് എന്ന് പറയുന്നത്. സൂതകർമ്മിണി, മിഡ് വൈഫ്സ് എന്ന് പറഞ്ഞാല് സൂതകർമ്മിണി. ഓക്കെ, ഡെലിവറി ടൈമില് നഴ്സുമാരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചില സ്റ്റാഫുകൾ അവിടെ ഉണ്ടാവും. അവരെയാണ് നമ്മൾ മിഡ് വൈഫ്സ് എന്ന് പറയുന്നത് കേട്ടോ. സൂതകർമ്മിണി. നേഴ്സുമാർക്കും അതുപോലെ ഇവർക്കും ഈ സ്റ്റാഫുകൾക്കൊക്കെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെന്താണ്? മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ് അല്ലെ. സോഷ്യൽ വർക്കേഴ്സ് അറിയാലോ, ആശാ വർക്കേഴ്സ് ഇല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ വരാറില്ലേ, അങ്ങനെയുള്ള വർക്കേഴ്സിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അവർക്കും എന്താണ്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെ. കമ്മ്യൂണിറ്റിക്കും എന്താണ്? പൊതുജനങ്ങൾക്കും നമ്മള് എന്താണ്? അവയർനെസ് കൊടുക്കുന്നുണ്ട്. അതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കൊറോണ അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പുകൾ ഇതൊക്കെ വെക്കാറില്ലേ നമ്മള്, ഇതൊക്കെ എന്തിനാ? ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് അവർ ചെയ്യാറുണ്ടല്ലേ. അപ്പോ പൊതുജനങ്ങൾക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് എഡ്യൂക്കേഷനില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഏതൊക്കെയാണ് എഡ്യൂക്കേഷനിൽ വരുന്നത്, ഏതൊക്കെയാണ് റിസർച്ചിൽ വരുന്നത്, ഏതൊക്കെയാണ് പ്രിവെന്റീവില് വരുന്നത്, ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എഴുതി കഴിഞ്ഞെങ്കിലും തമ്മിടണം കേട്ടോ. കമന്റ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് റിസർച്ച് പറയട്ടെ. ഓക്കെ ആണോ? ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ആണ് റിസർച്ച്. റിസർച്ചില് 3 കാര്യങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, എഴുതൂട്ടോ. ഒന്ന് എഴുതിയെടുത്തേ. ഓക്കെ, അപ്പോ റിസർച്ചില് 3 പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പോയിന്റ്സും ഓരോ ഘടകങ്ങളായിട്ട് മിസ് പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞ് ശ്രദ്ധിക്കുക കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഓരോ ഘട്ടങ്ങളായിട്ട് 3 ഘട്ടങ്ങളായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൊറോണ തന്നെ എടുക്കാം. കൊറോണ ഫസ്റ്റ് ടൈമിൽ വന്നപ്പോ ആരും അത്രയും പ്രാധാന്യം ഒന്നും കൊടുത്തിരുന്നില്ല അല്ലെ. പിന്നീട് ഹോസ്പിറ്റൽസ് ആയാലും എന്താണ്, അത്ര പ്രാധാന്യം ഒന്നും കൊടുത്തിരുന്നില്ല. പിന്നീട് ആളുകൾ മരിക്കാൻ തുടങ്ങി. കൊറോണ വന്നു മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആളുകളായാലും ഹോസ്പിറ്റൽസ് ആയാലും ആ കാര്യം ഒന്ന് ഗൗരവത്തോടെ എടുക്കാൻ തുടങ്ങിയത്. മനസ്സിലായില്ലേ? ആദ്യ കാലഘട്ടങ്ങളില് ഗൗരവത്തോടെ ആരും എടുത്തിരുന്നില്ല ആ രോഗത്തെ. അതിനുശേഷം ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്ത്, ഈ കൊറോണ എന്ന് പറഞ്ഞ കാര്യത്തെ ഗൗരവത്തോടെ ആളുകളായാലും ഹോസ്പിറ്റൽസ് ആയാലും
ഗൗരവത്തോടെ എടുക്കാനായിട്ട് തുടങ്ങിയത്. പിന്നീട് അപ്പൊ അവരെന്ത് തീരുമാനിച്ചു, ഈ കാര്യം ആളുകൾ മരിക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കര പേടി, ബുദ്ധിമുട്ട്, ആളുകൾക്ക് പേടിയായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്തു, ഈ കൊറോണ എന്ന രോഗത്തെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ രോഗം എവിടെ നിന്നാണ് വന്നത്, എന്തിൽ നിന്നാണ് വരുന്നത്, വൈറസിൽ നിന്നാണോ, ഫംഗസിൽ നിന്നാണോ, ബാക്ടീരിയയിൽ നിന്നാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കാൻ തുടങ്ങി. ഇനി ഈ രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്, ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് പോയിന്റ്. മനസ്സിലായോ? ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. എന്താണ്? ഹോസ്പിറ്റൽസ് ആ രോഗത്തെ ഒന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങി. രോഗം എന്തിൽ നിന്നാണ് വരുന്നത്, എത്ര നാള് നമ്മുടെ ശരീരത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട്, എന്തൊക്കെ രോഗലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് എന്താണ്? ക്ലിനിക്കൽ മെഡിസിൻ. ഇനി ഇതിന് നമ്മൾ മെഡിസിൻ കണ്ടുപിടിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് അവര് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് മെഡിസിൻ കണ്ടുപിടിച്ചു. അതാണ് കോവാക്സിനും കോവിഷീൽഡും. മെഡിസിൻ കണ്ടുപിടിച്ചു. ഈ മെഡിസിൻ കണ്ടുപിടിച്ചാൽ മാത്രം മതിയില്ല, അത് ആളുകളിലോട്ട് പരീക്ഷിക്കണം അല്ലെ. അതാണ് തേർഡ് പോയിന്റ്, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. മെഡിസിൻ കണ്ടുപിടിച്ച് അത് ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ തുടങ്ങി. ഇൻജെക്ട് ചെയ്തു. അപ്പൊ എന്താണ്? അത് ആളുകളില് ഫലപ്രാപ്തി ഉണ്ടാകുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ആളുകളിലേക്ക് അത് പരീക്ഷിക്കാൻ തുടങ്ങി. കറക്റ്റായോ? കിട്ടിയോ? 3 കാര്യങ്ങളും മനസ്സിലായോ? ആദ്യം എന്താണ്? ഈ രോഗത്തെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്തു, പിന്നീട് മെഡിസിൻ കണ്ടുപിടിച്ചു. തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? മെഡിസിൻ ആളുകളിലേക്ക് പരീക്ഷിക്കാൻ തുടങ്ങി. അത് ഫലപ്രാപ്തി ഉണ്ടാവോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് മെഡിസിൻ ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെയാണോ? 3 കാര്യങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. റിസർച്ചിൽ വരുന്ന സെക്കൻഡ് പോയിന്റ് ചോദിക്കാം, ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് ചോദിക്കാം, തേർഡ് പോയിന്റ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ്. ക്ലിനിക്കൽ മെഡിസിൻ, അതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എഴുതി കഴിഞ്ഞാൽ തമ്പിടണം കേട്ടോ, തമിഴിടാം. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞോ? ക്ലിയർ ആയോ റിസർച്ച്? ഓക്കെ ആണോ? ഒരു ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇപ്പൊ നമ്മുടെ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് റിസർച്ച് വരെ ആയിരുന്നു, അത് കംപ്ലീറ്റ് ആയി. ഈ നെക്സ്റ്റ് ആണ് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പുറത്ത് കൊടുക്കുന്ന സർവീസ് ആണ് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഔട്ട് പേഷ്യന്റ് സർവീസ്. എന്താണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല്? ഇന്നലെ പഠിച്ചില്ലേ നമ്മള്? ഹോസ്പിറ്റലിലേക്ക് വരുന്നു, നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നു, OPC എടുത്ത് ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് കേട്ടോ. അഡ്മിറ്റ് ആവാത്ത പേഷ്യന്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇനി മറക്കരുത് കേട്ടോ. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് അഡ്മിറ്റ് ആവാത്ത രോഗികള്, മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകുന്ന രോഗികളെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ആ സർവീസ് കൊടുക്കുന്നില്ലേ? ഓക്കെ, ഇനി എന്താണ് ഹോം കെയർ സർവീസ്? ഹോം കെയർ സർവീസ് എന്തായിരിക്കാം? വീട്ടിൽ വന്നിട്ട് ഇപ്പൊ കിടപ്പായ രോഗികള്, അല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന രോഗികള്, കൈകാലുകളൊക്കെ തളർന്നു കിടക്കുന്ന രോഗികള്, അവർക്കൊന്നും ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് കഴിയില്ലല്ലേ.
അങ്ങനെയുള്ള രോഗികൾ പാലിയേറ്റീവ് കെയർ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ വീട്ടിൽ വന്ന് കണ്ട് അവർക്കുള്ള പരിചരണം കൊടുത്ത് പോകുന്നു, ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള സർവീസ് ആണ് ഹോം കെയർ സർവീസ്. എക്സാമ്പിള് പാലിയേറ്റീവ് കെയർ. നിങ്ങളുടെ അടുത്തൊക്കെ ഇങ്ങനെ കിടപ്പായ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വണ്ടിയിൽ അവർ വന്നിട്ട് കണ്ട് രോഗികൾക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കി അവർക്കുള്ള സർവീസ് ഒക്കെ കൊടുത്ത് തിരിച്ചു പോകും. അങ്ങനെയുള്ളവരൊക്കെ കിടപ്പായ രോഗികളൊക്കെ കാണാൻ വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെയുള്ള ആളുകൾ കാണാൻ വന്ന പാലിയേറ്റീവ് കെയർ. അറിയില്ലേ എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ? അറിയാൻ പറ്റുമല്ലോ. ഇനി എന്താണ് മൊബൈൽ ക്ലിനിക്ക്? അറിയാം. ഓക്കെ, മൊബൈൽ ക്ലിനിക്സ് എന്തായിരിക്കും? മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാലും എന്താണ്? ഇപ്പോ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇപ്പോ വികലാംഗര്, സ്ട്രക്ചറില് കൊണ്ടുപോകാൻ പറ്റുന്ന രോഗികൾ അല്ലെ, ഹോസ്പിറ്റലില് അവർക്ക് താനെ പോകാൻ പറ്റാത്ത രോഗികൾ, കിടപ്പായ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കഴിയുന്നവരുണ്ടാവും. അവർക്ക് എന്താണ് താനെ നടന്നു പോകാനൊന്നും പറ്റില്ല. അങ്ങനെയുള്ള രോഗികള് ഇവരെന്ത് ചെയ്യും? ഇവരുടെ മൊബൈൽ ആപ്പ് വഴി സ്ഥലം കണ്ടുപിടിച്ച് അവർക്കുള്ള സഹായം, സർവീസ് കൊടുക്കുന്നു. അതാണ് മൊബൈൽ ക്ലിനിക്സ്. വീട്ടിൽ വന്ന് അവർക്കുള്ള സർവീസ്, മൊബൈൽ ആപ്പ് വഴി വീട്ടിൽ വന്നിട്ട് അവർക്കുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് മൊബൈൽ ക്ലിനിക്സ് കേട്ടോ. വീട്ടിൽ വന്ന് സർവീസ് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡേ കെയർ സെന്റർ. ഇതറിയാൻ പറ്റുമല്ലോ. ഡേ കെയർ സെന്റർ എന്താണ്? ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ. ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരിക്കാം? ഇപ്പൊ തിമിരത്തിന്റെ ശസ്ത്രക്രിയ ഇതൊക്കെ നടത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ കാലത്ത് പോയി ഉച്ചയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാം. അതുപോലെ തന്നെ ഡയാലിസിസ് അല്ലെ, ഇതൊക്കെ എങ്ങനെയാണ്? ഒരു ദിവസം കൊണ്ടാണ് കൊടുക്കുന്നത് അല്ലെ. അതൊക്കെ എന്താണ്? ഡേ കെയർ സെന്ററിന് എക്സാമ്പിൾ ആണ്. ഒരു ദിവസം കൊണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നതിനെയാണ് ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. എക്സാമ്പിള് തിമിര ശസ്ത്രക്രിയ, അതുപോലെ ഡയാലിസിസ് ഒക്കെ, അതുപോലെ എന്താണ് സ്കാനുകളൊക്കെ. എന്താണ് സ്കാൻ ചെയ്ത് നമുക്ക് എന്താണ് അവിടെ നിന്ന് വരാം. കീമോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് നൈറ്റ് ഹോസ്പിറ്റൽ. നൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് നൈറ്റ് മാത്രം ഓപ്പൺ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ എമർജൻസി സർവീസുകളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. നൈറ്റ് ഹോസ്പിറ്റല് നൈറ്റ് മാത്രം ഓപ്പൺ ആവുന്ന ഹോസ്പിറ്റൽസ് ആണ്. കാഷ്വാലിറ്റി നൈറ്റ് മാത്രമായിരിക്കുമോ? അടുത്ത നമ്മൾ പഠിക്കും കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ നമ്മൾ പഠിക്കും കാഷ്വാലിറ്റിനെ കുറിച്ച്. ഓക്കെ, കാഷ്വാലിറ്റി എന്താ? നൈറ്റ് മാത്രമാണോ ഓപ്പൺ? അല്ല കേട്ടോ. ഓക്കെ, 24 hours. ഓക്കെ, വെരി ഗുഡ്. ഇനി മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇതറിയാൻ പറ്റുമല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടാവും. എന്താണ് മെഡിക്കൽ കെയർ? ഷുഗർ നോക്കുന്നത്, പ്രഷർ നോക്കുന്നത്, ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഇല്ലേ. പിന്നെ കണ്ണ് പരിശോധന നടത്തുന്നത് ഇല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനെയാണ് മെഡിക്കൽ കെയർ ക്യാമ്പ് എന്ന് പറയുന്നത് അല്ലെ. പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സും നഴ്സുമാരും വന്ന് ഓരോ കാര്യങ്ങളും അവയർനെസ് ക്ലാസ് എടുക്കുന്നത്, കണ്ണ് പരിശോധന നടത്താം, അതുപോലെ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. ഇതൊക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസ് ഉണ്ട്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇതോടുകൂടി നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ ചാപ്റ്റർ അവസാനിച്ചു, കംപ്ലീറ്റ് ആയി. നിംസ് എടുക്കാൻ പോകുന്നത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് തുടങ്ങി എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടുമായിരിക്കും അല്ലെ.
എഴുതിയെടുത്ത് കഴിഞ്ഞോ? അറിയില്ല. ഓക്കെ, ഇതുമായിരിക്കും. എക്സ്ട്രാ ന്യൂറൽ ഫംഗ്ഷൻ കഴിഞ്ഞോ? എഴുതിയെടുത്തോ? ഓക്കെ. നീ പറഞ്ഞ മിസ്സിന് എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? എക്സ്ട്രാ ന്യൂറൽ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലേ? സിമ്പിൾ ആണ്. ഓക്കെ. മോക്ക് ടെസ്റ്റ് ഒക്കെ എല്ലാവരും നോക്കുന്നില്ലേ? ചെയ്യുന്നില്ലേ എല്ലാവരും മോക്ക് ടെസ്റ്റ്? മോക്ക് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും മോക്ക് ടെസ്റ്റില് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ. എല്ലാ ദിവസവും ചെയ്യണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഒന്നാമത്തെ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ല, ഭൂരിഭാഗം പേരുടെ കയ്യിൽ. അപ്പോ മോക്ക് ടെസ്റ്റ് കൂടി ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ആ, രണ്ടെണ്ണം വന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? മൈൻഡപ്പ് ചെയ്യാം കേട്ടോ.